ദൈവനാമത്തിന് മഹത്വം. ജീവമൊഴികളിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഒരു വർഷം കടന്നുപോയി. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ദിനങ്ങളെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായും ഉത്കണ്ഠയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു താന് ഒരു പുതുവർഷത്തെക്കുറിച്ചും പാഴായിപ്പോയ 3 സംവത്സരങ്ങളെക്കുറിച്ചും പറഞ്ഞ ഒരു ഉപമ, ഒരു സാരോപദേശ കഥയിലൂടെ നമുക്കൊന്ന് കടന്നു പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിലാണ് കർത്താവ് ആ ഉപമ പറയുന്നത്. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അതിൽ കാണുന്നില്ല. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമയിൽ താൻ 7 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമത്, ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് അത് ആരാണ്? യഹൂദനാണ് എന്ന് സാധാരണ പറയാറുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. യഹൂദനാകുന്ന ആ അത്തിയിൽ താനൊരു ഫലം തിരഞ്ഞു. താൻ അവർക്ക് ചുറ്റും കിളച്ച് അവർക്ക് വേണ്ട ശാസന കൊടുത്തു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് ചുറ്റും വളമിട്ടു. എന്നിട്ടും അവരിൽ നിന്ന് വേണ്ട ഫലം കാണുന്നില്ല. ഇതിനെ വെട്ടിക്കളക. ആ നിലയിൽ ഈ ഉപമയെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അത്തിവൃക്ഷം നാം ആണെന്നും ഈ തോട്ടത്തിൻ്റെ യജമാനൻ പിതാവായ ദൈവമാണെന്നും തോട്ടക്കാരൻ കർത്താവായ യേശുക്രിസ്തു ആണെന്നും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോജനമാകും എന്ന് കരുതുന്നു. ഇവിടെ ഒന്നാമത് തോട്ടക്കാരനായ കർത്താവ് ഈ വൃക്ഷത്തെക്കുറിച്ച്, ഈ അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുന്നത് അത് ഈ തോട്ടത്തിൽ നട്ടതാണ് എന്നാണ്. നാം പലപ്പോഴും നമ്മളെ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക കുടുംബത്തിൽ, പ്രത്യേക ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്നു എന്ന് കാണുമ്പോൾ തന്നെ പലർക്കും നമ്മളവിടെ നടപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നും. അവരെ തന്നെ അംഗീകരിക്കാൻ പ്രയാസം. തങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകൾ, തങ്ങളുടെ കുടുംബം, തങ്ങളുടെ ജീവിത പങ്കാളി, ദൈവം തങ്ങൾക്ക് തന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ തനിക്ക് തന്നെ ഉള്ളതാണോ എന്നുള്ള നിലയിൽ അതിനെ അംഗീകരിക്കാനൊരു പ്രയാസമുള്ളതുപോലെ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ അത്തിവൃക്ഷം ബോധപൂർവം ഈ തോട്ടത്തിൽ നടപ്പെട്ടതാണ്. തോട്ടത്തിൽ നടപ്പെട്ട വൃക്ഷം. തോട്ടത്തിൽ നടപ്പെട്ടതാണെങ്കിൽ നമുക്ക് ബുദ്ധിപൂർവം അത് അംഗീകരിക്കുകയല്ലേ നല്ലത്. അതിനു പകരം ആ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു തോട്ടത്തിലായിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കണ്ടും അതിനെക്കുറിച്ച് പരാതി പറഞ്ഞും പിറുപിറുത്തും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, അതായത് അവിടെ ഫലം കായ്ക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നാൽ, തീർച്ചയായിട്ടും 3 സംവത്സരമായിട്ട് ഞാനതിൽ ഫലം തിരഞ്ഞു വന്നു, എന്നാൽ അതിൽ കണ്ടില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ അനുഭവം അതായിത്തീരും. അതുകൊണ്ട് ഒന്നാമത് നാം ഈ തോട്ടത്തിൽ നടപ്പെട്ട വൃക്ഷമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ അത് അംഗീകരിക്കുകയാണ് നല്ലത്. നമ്മൾ ഇവിടെ യജമാനൻ വന്നിട്ട് പറയുന്നു, ഞാനിതിൽ ഈ നടപ്പെട്ട വൃക്ഷത്തിൽ അതിൽ ഫലം തിരഞ്ഞു വന്നു എന്ന് പറയും. ഒരു വൃക്ഷത്തിൽ നിന്ന് യജമാനൻ എപ്പോഴും ഫലമാണ് കൊതിക്കുന്നത്. ഫലം. ആ ഫലം നൽകാതിരുന്നാൽ മറ്റെന്തെല്ലാം ഉണ്ടായാലും അത് യജമാനൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുകയില്ല. ഇവിടെ ഈ യജമാനൻ പറയുന്നത്, ഞാൻ 3 സംവത്സരമായി ഇതിൽ വന്ന് ഓരോ ദിവസവും അതിൻ്റെ ഫലമാണ് തിരയുന്നത്. എന്നാൽ ഇത് നന്നായി വളർന്നു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ധാരാളം ഇലകളുണ്ടാകാം. എങ്കിലും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയം, അതിനെക്കുറിച്ച് വാഞ്ചിക്കുന്ന ഫലം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തോട്ടത്തിൽ, ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നടപ്പെട്ട
അല്ലെങ്കിൽ ഒരു പ്രത്യേക കുടുംബത്തിൽ നടപ്പെട്ട ഒരു വൃക്ഷമാണെങ്കിൽ നമ്മിൽ നിന്ന് നമ്മുടെ യജമാനൻ ആഗ്രഹിക്കുന്നത് ഫലമാണ്. ഫലം നൽകാതെ സമൃദ്ധമായ ഇലകൾ ഉണ്ടായാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, കർത്താവ് ഒരിക്കൽ തനിക്ക് വിശന്നപ്പോൾ താൻ ഒരു അത്തിവൃക്ഷത്തിൻ്റെ സമീപത്ത് ചെന്നു. അവിടെ ചെന്ന് താൻ അതിലേക്ക് നോക്കിയിട്ട് തനിക്ക് ഇലയല്ലാതെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഭാഗം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. നോക്കുക, യേശുവിന് വിശന്നു. യേശു തൻ്റെ വിശപ്പ് തീർക്കാനായിട്ട് ഈ അത്തിയുടെ ചുവട്ടിൽ വന്ന് അത്തിയിലേക്ക് നോക്കി. അതിൽ സമൃദ്ധമായി ഇലകളുണ്ടായിരുന്നു. ഇലയെന്ന് പറഞ്ഞാൽ എന്താണ്? ഫലമെന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം. ഇലകളെന്ന് പറയുന്നത് വാക്കുകളാണ്, ധാരാളം വാക്കുകൾ. ഇന്നും ക്രിസ്തീയ ലോകത്ത് ഒട്ടേറെ പേരിലും ഒട്ടേറെ വാക്കുകളുണ്ട്. ആത്മീയതയുടെ വാക്കുകൾ, മതഭക്തിയുടെ വാക്കുകൾ, വാക്കുകൾ ധാരാളം. പക്ഷേ ഈ വാക്കുകളുടെ ഇലച്ചില്ലകൾക്കിടയിൽ ഫലം തിരയുമ്പോഴോ ഫലമില്ലാതെ പോയാൽ അത് കർത്താവിൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുകയില്ല. ഫലം എന്താണ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളുടെ ഒരു പട്ടിക അവിടെ പറയുന്നുണ്ട്. 9 കൂട്ടം ഫലങ്ങളാണ് അവിടെ പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ആത്മാവിൻ്റെ ഫലമോ 22-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 കൂട്ടം ഫലങ്ങൾ. ഈ 9 കൂട്ടം ഫലങ്ങളിൽ അതിനെ 3 എണ്ണം വീതമുള്ള 3 ഗ്രൂപ്പുകളായിട്ട്, 3 ചെറിയ സംഘങ്ങളായിട്ട് തിരിക്കാം എന്ന് തോന്നുന്നു. ആദ്യത്തേത് സ്നേഹം, സമാധാനം, സന്തോഷം എന്ന് പറയുന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം തിരയുന്ന ഒരു കാര്യമാണ്. ദൈവത്തോടുള്ള സ്നേഹം. 1-ാമത്തെ കൽപ്പനയെന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ സ്നേഹം. സന്തോഷം, കർത്താവിലുള്ള സന്തോഷം, റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിലുള്ള സന്തോഷം. സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം. അതുപോലെ തന്നെ 2-ാമത്തെ പട്ടികയിൽ പറയുന്നത് ദീർഘക്ഷമ, ദയ, പരോപകാരം. അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ളതാണ്. നമ്മളും നമ്മുടെ സഹജീവികളും തമ്മിലുള്ള ബന്ധം, നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സഭയിലുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, നാം ദൈനംദിനം കണ്ടുമുട്ടുന്ന ആളുകൾ, അവരിൽ പലരോടും നമുക്ക് ക്ഷമിക്കുകയും, വെറും ക്ഷമയല്ല, ദീർഘമായിട്ട് ക്ഷമിക്കുകയും, ചിലരോട് ദയ കാണിക്കുകയും, മറ്റുള്ളവരോട് ഉപകാരം ചെയ്യുകയും. അങ്ങനെ ഈ 2-ാമത്തെ 3 ഫലങ്ങളെന്ന് പറയുന്നത് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഫലങ്ങളാണ്. ആ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ, ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നിവ നമ്മളും സഹജീവികളും തമ്മിലുള്ള ബന്ധത്തിലാണ്. എന്നാൽ 3-ാമത് പറയുന്ന 3 ഫലങ്ങൾ അത് നമ്മളോട് തന്നെയുള്ള ബന്ധത്തിൽ നമ്മിലുണ്ടായിത്തീരേണ്ട 3 കാര്യങ്ങളാണ്. വിശ്വസ്തത. ഒരുവൻ വിശ്വസ്തനാണോ? അത് അവനെയാണ് തീരുമാനിക്കുന്നത്, അവനിലാണ് തീരുമാനിക്കുന്നത്. ഒരാൾ വിശ്വസ്തനാണോ? സൗമ്യനാണോ? സൗമ്യത. ഇന്ദ്രിയജയം, അവൻ്റെ അവയവങ്ങളുടെ മേൽ അവന് നിയന്ത്രണമുണ്ടോ? നോക്കുക, ഇങ്ങനെ 9 ഫലങ്ങൾ ഒരാളിൽ, ഒരു വിശ്വാസിയിൽ ദൈവം നോക്കുമ്പോൾ അത് തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, അവനവനോടുള്ള ബന്ധത്തിൽ ഉള്ള ഈ ഫലങ്ങൾ നോക്കുമ്പോൾ ആ ഫലങ്ങൾ കണ്ടില്ലെങ്കിൽ, ഫലങ്ങളില്ലാതെ ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയില്ല. യേശുവിന് വിശന്നു. നമ്മൾ ആ രംഗമൊന്ന് വിഭാവന ചെയ്ത് നോക്കുക. യേശു നമ്മുടെ ജീവിത വൃക്ഷത്തിന് ചുവട്ടിൽ വന്ന് നിന്ന് നമ്മളെ നോക്കുന്നു, നമ്മിൽ നിന്നൊരു ഫലം തിരയുന്നു, തൻ്റെ വിശപ്പടക്കാൻ എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതുന്നു. പക്ഷേ നിർഭാഗ്യം, നമ്മിൽ നിന്നൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അതെത്ര ദുഃഖകരമായ ഒരു കാര്യമായിരിക്കും. നമുക്ക് ആ ഉപമയിലെ മറ്റൊരു കാര്യത്തിലേക്ക് വരിക. അവിടെ ഇതാ 3-ാമത് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ തോട്ടത്തിൽ
നടപ്പെട്ട ഈ വൃക്ഷത്തിൽ ഞാൻ ഫലം തിരഞ്ഞു, അത് കണ്ടില്ല, അതുകൊണ്ട് ഇത് വെട്ടിക്കളയാം. അപ്പോൾ തോട്ടക്കാരൻ, നല്ല കാര്യസ്ഥനായ കർത്താവ് അതിനൊരു മധ്യസ്ഥത പറയുന്നു. ഇപ്പോൾ വെട്ടിക്കളയണ്ട, ഞാൻ എന്തു ചെയ്യാം, ഞാൻ ഇതിന് ചുറ്റും ഒന്ന് കിളയ്ക്കാം എന്ന് പറയുന്നു. നാം 2017 നമുക്ക് നീട്ടിക്കിട്ടിയ വർഷമായി നമ്മൾ കണക്കാക്കുന്നെങ്കിൽ കർത്താവ് നമ്മിൽ നിന്നൊരു ഫലം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും ഒന്ന് കിളയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കിളയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായും അത്തിവൃക്ഷത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. കാരണം എന്താ, അതിൻ്റെ ഉപരിതലത്തിലെ വേരുകൾ പൊട്ടും, അതിന് മുറിവേൽക്കും. ഈ ചുറ്റും കിളയ്ക്കുക എന്നുള്ളതിനെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ശാസനയായിട്ടോ ദൈവം നമുക്ക് അനുവദിക്കുന്ന കഷ്ടതകളായിട്ടോ ശോധനകളായിട്ടോ കണ്ടാൽ സ്വാഭാവികമായിട്ട് നമുക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്നാൽ ചുറ്റും കിളച്ചാൽ മാത്രമേ അതിൽ ഫലമുണ്ടാവുകയുള്ളൂ. യജമാനൻ അതറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ അതിനെ ചെത്തുന്നത് എന്തിനാണ്? അധികം ഫലം കായ്ക്കേണ്ടത്. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുക, ചുറ്റും കിളയ്ക്കുക, അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് നല്ല തോട്ടക്കാരനറിയാം. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് പലർക്കും അത് ഇഷ്ടമല്ല. ചെറുപ്പക്കാർ, കൗമാരത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ മാതാപിതാക്കളോ സഭയിലുള്ളവരോ ഒക്കെ ശാസിക്കുമ്പോൾ അവർക്കത് അത്ര ഇഷ്ടമല്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ആ ശാസനകളെ നമ്മളെടുത്താൽ, അത് നമ്മുടെ തലയ്ക്കെണ്ണയായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ, അത് കൂടുതൽ ഫലകരമായ ഒരു ജീവിതം നൽകാൻ അത് നമ്മളെ പര്യാപ്തപ്പെടുത്തും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ തോട്ടക്കാരൻ പറയുന്നു, ഞാൻ അതിന് ചുറ്റും വളമിടാം. വളമെന്ന് പറയുന്നത് അത് ഉത്സാഹത്തിൻ്റെയും നമ്മളെ പ്രചോദിപ്പിക്കുന്നതുമായ വാക്കുകളും നമുക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങളുമാണ് എന്ന് കണ്ടാലോ? അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റും പല ആളുകളിൽ നിന്ന് നമുക്ക് പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഉത്സാഹത്തിൻ്റെ വാക്കുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ, ആ വളമിടുന്നതിനെ നമ്മൾ നന്ദിയോടെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും വളം പലരിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ അതിനെക്കുറിച്ചൊരു നന്ദിയില്ല. നമ്മൾ സത്യത്തിൽ ഒരു പിടി ചോറിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കും. ഒരു പിടി ചോറ് നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ അത് ആദ്യം അത് നെല്ല് പാകി ഞാറ് ആക്കി അത് നട്ട് അതിന് കളയെടുത്ത് വെള്ളമെടുത്ത് കൊണ്ട് നനച്ച് വളമിട്ട് അത് പലകാലമാകുമ്പോൾ അത് കൊയ്ത് കറ്റ മെതിച്ച് ആ നെല്ലെടുത്ത് അത് പിന്നെയും പല കാര്യങ്ങളിലൂടെ കടന്നുപോയി, പലരുടെ അധ്വാനങ്ങൾ, അതിനെല്ലാം ശേഷമാണ് അത് പാചകം ചെയ്ത് ഒരു പിടി ചോറായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ പലപ്പോഴും ഒരു പിടി ചോറിന് മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മൾ എത്രയോ കണ്ണു നനഞ്ഞും ആളുകളോടുള്ള കൃതജ്ഞതയോടെയുമാണ് ഇരിക്കേണ്ടത്. നമുക്ക് ചുറ്റും വളമിട്ട ധാരാളം പേരുണ്ട്, അവരെ നമുക്ക് കൃതജ്ഞതയോടെ ഓർക്കണ്ടേ? ഇതിലേക്ക് വരുമ്പോൾ ഇതാ തോട്ടക്കാരൻ പറയുന്നു, ഞാനതിന് ചുറ്റും കിളയ്ക്കാം, അതിന് വളമിടാം, അത് കഴിഞ്ഞ് ഒരു ആണ്ടും കൂടെ, ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ എന്ന് പറയുകയാണ്. ഒരു വർഷം കൂടെ. ഒരു വർഷം അതത്ര ചെറിയ ഒരു കാലയളവാണോ? പലരും വിചാരിക്കുന്നത് 3 വർഷമായിട്ട് ഫലം കായ്ച്ചില്ല, ഇനിയിപ്പം ഒരു വർഷം കൊണ്ട് എങ്ങനെ കായ്ക്കും? പക്ഷേ ഫലം കായ്ക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവമുമ്പാകെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുകയും ചെയ്താൽ ഒരു വർഷമെന്ന് പറയുന്നത് അത്ര ചുരുങ്ങിയ ഒരു കാലഘട്ടമല്ല. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്, 52 ആഴ്ചകളുണ്ട്, 365 ദിവസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കണക്ക് കൂട്ടി ഒരാൾ പറഞ്ഞേക്കുന്നത് 8760 മണിക്കൂറുകളുണ്ട്, 5,26,600 മിനിറ്റുകളുണ്ട്, അതുപോലെ 3,15,36,000 സെക്കൻഡുകളുണ്ട്. നോക്കുക, അത്രയും സമയമുണ്ട്. ഈ സമയത്തിനിടയിൽ ഫലം കായ്ക്കരുതോ? പലരും പറയുന്നത് ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത് എന്ന് വിചാരിച്ച് പിന്നെയും അതിനുവേണ്ടി നീട്ടി കാര്യങ്ങളെ നീട്ടിവെക്കുക.
മനുഷ്യൻ്റെ പൊതുവായ ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കുക. ലോട്ടറിക്കാരൊക്കെ പറയാറുള്ളത് പോലെ നാളെ. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യം ഇന്ന് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാളെ അത് ചെയ്യാം, ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചാൽ നാളെ നമ്മൾ വിചാരിക്കും അടുത്ത നാളെ ആകട്ടെ എന്ന് വിചാരിക്കും. ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇന്ന് എന്ന് പറയും തോറും നാൾതോറും ഓരോ ദിവസവും ഓരോ ദിവസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്നാൽ പിശാച് എപ്പോഴും നമ്മളെ ആ കാര്യങ്ങൾ മാറ്റിവെക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മോശെ ഫറവോനും ഇസ്രായേൽ മക്കൾക്കും നേരെ നൽകുന്ന ചില ബാധകൾ. ആ ബാധകൾ വന്നപ്പോൾ തവള വന്ന് ഫറവോനെയും അവൻ്റെ രാജഗ്രഹത്തിലുള്ളവരെയും ഒക്കെയും അങ്ങനെ ബാധിച്ച് അവർക്കൊരു സാധാരണ ജീവിതം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ തവള എന്ന് പറയുന്ന ആ ബാധ നീങ്ങിപ്പോകേണ്ടതിന് ഫറവോൻ ഉടനെ തന്നെ മോശയെ ആളയച്ച് വിളിച്ചു. മോശയോട് പറഞ്ഞു, ഈ തവള എന്നെ വിട്ട് നീങ്ങാനായിട്ട് നീ പ്രാർത്ഥിക്കണം. നേരത്തെ നീ പ്രാർത്ഥിച്ച് പല ബാധകൾ മാറ്റിയല്ലോ, അതുപോലെ ഈ തവള മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. ഉടനെ മോശ അവിടെ ചോദിക്കുന്നു, തവള അതിൻ്റെ 9-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ മോശ ഫറവോനോട്, തവള നിന്നെയും നിൻ്റെ ഗ്രഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിൻ്റെ ഭൃത്യന്മാർക്കും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം, അതിനായിട്ടൊരു സമയം നിശ്ചയിച്ചാട്ട് ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കാം എന്ന് അവിടെ പറയുന്നു. അപ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഫറവോൻ്റെ മറുപടി രസകരമായ ഒരു മറുപടിയാണ്. ഫറവോൻ എന്താ സ്വാഭാവികമായിട്ട് പറയേണ്ടത്? തവളയെ കൊണ്ട് ഫറവോനും ഫറവോൻ്റെ രാജഗ്രഹത്തിലുള്ളവരും അവൻ്റെ ഭൃത്യന്മാരും ആകെ വിഷമിച്ചു. അങ്ങോട്ട് തിരിഞ്ഞാൽ തവളയുടെ ശല്യം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ തവളയുടെ ശല്യം. അങ്ങനെ തവളയെ കൊണ്ട് ആകെ വിഷമിച്ച ആ ഫറവോൻ സ്വാഭാവികമായിട്ടും പറയേണ്ടത് ഇപ്പം തന്നെ പ്രാർത്ഥിച്ചാട്ടെ, ഇപ്പോൾ ഈ തവള എന്നെ വിട്ട് നീങ്ങട്ടെ എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഫറവോൻ അങ്ങനെയല്ല പറയുന്നത്. ഫറവോൻ പറയുന്നത് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എപ്പോൾ പ്രാർത്ഥിക്കണം, എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ നാളെ എന്നവൻ പറയുന്നു. തീർച്ചയായിട്ടും ഫറവോനെ നമ്മൾ സാത്താൻ്റെ ഒരു പ്രതീകമായിട്ട് കണ്ടാൽ സാത്താൻ്റെ ഒരു തന്ത്രം കാര്യങ്ങളെ നാളത്തേക്ക് എത്രയും നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അത് നാളത്തേക്ക് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് അവന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരാണ്ട് എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയമല്ല. നമുക്ക് ഫലം കായ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിനായൊരു സമർപ്പണമുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം ധാരാളം മതിയാവും. പക്ഷേ ഇന്ന് ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വചനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആണ്ടും കൂടെ നിൽക്കട്ടെ, ഞാനതിന് കിളച്ച് വളമിടുവോളം ഒരാണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നു. എന്നാൽ മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയുക. അടുത്ത ഒരു കാര്യം നമ്മൾ കാണുന്നത് വെട്ടിക്കളയുക. ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് ദീർഘക്ഷമയാണ്. ഏത് കാര്യത്തിനും ദൈവം ആളുകളോട് ദീർഘമായിട്ട് ക്ഷമിക്കും. പക്ഷെ ദീർഘമായിട്ട് ക്ഷമിച്ചാലും ദൈവത്തിൻ്റെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്, ഒരു അവസാനമുണ്ട്. ദീർഘക്ഷമയാണ്, പക്ഷെ അതിനും ഒരു അവസാനമുണ്ട്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ പല രംഗങ്ങളിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ, ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ഫറവോനോടൊക്കെയുള്ള ബന്ധത്തിൽ ദൈവം ക്ഷമിക്കുന്നു, കാലങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. പക്ഷേ അതങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയ്ക്കും അതിനും ഒരു അവസാനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ വെട്ടിക്കളക എന്ന് പറയുന്നു.
വെട്ടിക്കളയാനായിട്ട് പറയുമ്പോൾ അതിനുള്ള കാരണമെന്താ? അവിടെ കാരണം പറയുന്നുണ്ട്. 2 കാരണങ്ങളാണ് വെട്ടിക്കളയാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഒന്ന്, അത് ഫലം കായ്ക്കുന്നില്ല. നമ്മൾ നേരത്തെ അത് കണ്ടു. ഫലം കായ്ക്കാവുന്നതാണ്, ഫലം കായ്ക്കേണ്ടതാണ്. എന്നാൽ അത് ഫലം കായ്ക്കുന്നില്ല, അതിൻ്റെ ജീവിത ദൗത്യം അത് നിറവേറ്റുന്നില്ല. രണ്ടാമത് ഇവിടെ പറയുന്നത് ഫലം കായ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നിലത്തെ നിഷ്ഫലമാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു അത്തി അവിടെ നിൽക്കുമ്പോൾ അത് ആ തോട്ടത്തിൽ നിന്ന് ധാരാളം വളവും വെള്ളവും വലിച്ചെടുത്ത് ഫലം കായ്ക്കാതെ ഇരിക്കുമ്പോൾ അത് മറ്റൊരു വൃക്ഷത്തിൻ്റെ, മറ്റൊരു ചെടിയുടെ സാധ്യതയാണ് ഇല്ലാതാക്കുന്നത്. നാമും ദൈവം നമുക്ക് തന്ന സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തി ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നമുക്കെതിരെയും ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ്. ഒന്ന്, അത് ഫലം കായ്ക്കുന്നില്ല. 2, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെ വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞാൽ മറ്റൊരു മരത്തിന് ആ സാധ്യത ഉപയോഗപ്പെടുത്താമല്ലോ. അങ്ങനെയാണ് യജമാനൻ ചിന്തിക്കുന്നത്. ആ തോട്ടക്കാരൻ പറയുന്നു, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഞാൻ ചുറ്റും കിളച്ച വളമിട്ട് അതിനെ ശുശ്രൂഷിക്കാം. ഒടുവിലായിട്ട് അത് പറയുന്നു, ഇതാ മേലിൽ കായ്ച്ചെങ്കിലോ. മനോഹരമായ ഈ ഉപമ അവസാനിക്കുന്നത് വളരെ ഒരു ദുരന്തപൂർണമായ ഒരു അവസാനമല്ല, വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു അവസാനമാണ് അതിനുള്ളത്. എന്താ പറയുന്നത്? മേലിൽ കായ്ച്ചെങ്കിലോ. നോക്കുക, ആ തോട്ടക്കാരൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം 3 സംവത്സരമായിട്ട് കായ്ച്ചില്ല എന്നുള്ള അതിൻ്റെ ദുഃഖകരമായ പൂർവ്വകാലം മറന്നുകൊണ്ട് തന്നെ തോട്ടക്കാരൻ അതിനെക്കുറിച്ച് പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്നു. ഒരു വർഷമുണ്ടല്ലോ, മേലിൽ കായ്ച്ചെങ്കിലോ. നമ്മുടെയും ജീവിതവൃക്ഷത്തിന് ചുവട്ടിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ഇത്രയും നാൾ ഒരുപക്ഷെ നാം നിലത്തെ നിഷ്ഫലമാക്കി, നാം ഫലം കായ്ച്ചില്ല. എന്നാൽ മേലിൽ കായ്ച്ചെങ്കിലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതെത്ര വലിയൊരു സാധ്യതയാണ്. ഇവിടെ ദൈവം എപ്പോഴും പ്രതീക്ഷയുടെ ദൈവമാണ്. പ്രതീക്ഷയുടെ ദൈവം. എത്ര പാപിയെ സംബന്ധിച്ചും ദൈവത്തിന് പ്രതീക്ഷകളുണ്ട്. എത്ര പിന്മാറിപ്പോയ ആളിനെ സംബന്ധിച്ചും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ ദൈവം ഇതാ പറയുന്നു, മേലിൽ കായ്ച്ചെങ്കിലോ. അങ്ങനെയെങ്കിൽ അത് എൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തും, അത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഉപമ അവസാനിക്കുന്നത്. ഇവിടെ നമ്മൾ യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വചനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കിതിനെ കവിയുന്ന ഒരു പ്രതീക്ഷ കാണാനായിട്ട് കഴിയും. യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുപോയ അങ്ങനെ നഷ്ടമായ സംവത്സരങ്ങൾക്ക് പകരം അതിനെ കവിയുന്ന ആ സംവത്സരങ്ങളുടെ നഷ്ടങ്ങളെപ്പോലും നികത്തിത്തരത്തക്കവണ്ണം വലിയൊരു ഫലം അതിൽ നിന്നുണ്ടാകും, അതിനുള്ള സാധ്യത ഞാൻ നൽകും എന്നാണ് യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നിട്ട പല വർഷങ്ങളിൽ നമ്മൾ വേണ്ടത്ര ഫലം കായ്ച്ചില്ല എന്നിരിക്കട്ടെ. എന്നാലും ആ നഷ്ടപ്പെട്ട വർഷങ്ങളെ ദൈവം നമുക്ക് പകരം തരും. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഇവിടെ നമ്മൾ യോവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെട്ടുക്കിളി, വിട്ടിൽ, തുള്ളൻ, പച്ചപ്പുഴു 4 ജീവികളാണ് ആ വൃക്ഷത്തെ തകർത്ത് കളഞ്ഞത്. വെട്ടുക്കിളി വന്നാൽ ആദ്യം എന്തു ചെയ്യും? വെട്ടുക്കിളി വന്ന് അതിൻ്റെ ഇലകളെയാണ്, പച്ചപ്പുള്ള ഇലകളെ മുഴുവൻ അത് തിന്നുകളയും. വിട്ടിൽ വരുമ്പോഴോ, വെട്ടുക്കിളി വന്ന് പോയി കഴിയുമ്പോഴാണ് വിട്ടിൽ വരുന്നത്. വിട്ടിൽ വരുമ്പോൾ അതിൻ്റെ അകത്തെ പച്ച മുകുളങ്ങളെ കൂടെ തിന്നുകളയും. അത് കഴിഞ്ഞാണ് തുള്ളൻ വരുന്നത്. ആ വൃക്ഷത്തിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും പച്ചപ്പുണ്ടെങ്കിൽ അതും തുള്ളൻ തിന്നുകളയും. ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന പച്ചപ്പുഴു മധ്യപൂർവ്വദേശങ്ങളിലെ ആ വൃക്ഷങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് ആ വൃക്ഷങ്ങളുടെ തൊലി പോലും ഈ പച്ചപ്പുഴു കാർന്ന് തിന്നുകളയുമെന്നാണ്. നോക്കുക, ഒരു വൃക്ഷത്തെ 4 തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ബാധിക്കുകയാണ് ചെയ്യുന്നത്. വെട്ടുകിളി വന്നു, അതിൻ്റെ ഇലകൾ തിന്ന് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതാ വിട്ടിൽ വന്നു, അതിൻ്റെ പച്ച മുകുളങ്ങൾ, ഇളം തണ്ടുകൾ അതൊക്കെയും തിന്നുകളഞ്ഞു. പിന്നെയും കാണുന്നത് തുള്ളൻ, എന്തെങ്കിലും പച്ചപ്പതിലുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളഞ്ഞു. പച്ചപ്പുഴു വന്നപ്പോഴോ
അതിൻ്റെ തൊലി പോലും കാർന്നു തിന്ന് അതിനെ വെറും ഒരു ഉണങ്ങിയ മരമായിട്ട് നിർത്തുകയാണ്. ഒരു പ്രതീക്ഷയും ഇനിയുമില്ല, ഒരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല. പക്ഷെ ഒരു പ്രതീക്ഷയും അവശേഷിക്കാതിരിക്കുമ്പോഴും ദൈവം അവിടെ പറയുന്നത്, പ്രതീക്ഷകളുടെ ദൈവം പറയുന്നത്, ഞാൻ ഈ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് പകരം ഇതിന് ഫലകരമായ ഒരു അവസ്ഥ ഇതിന് നൽകും എന്നാണ്. നമുക്ക് ഈ വചനത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാലോ? നമുക്ക് പല വർഷങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എങ്കിലും ദൈവം നമ്മെക്കുറിച്ച് വീണ്ടും പുതിയ പ്രതീക്ഷകളോടെ ദൈവം കാത്തിരിക്കുന്നു. നമുക്ക് ഈ ഉപമ അവസാനിക്കുമ്പോൾ ഇതൊരു സസ്പെൻസിലാണ് അവസാനിക്കുന്നത്. ഇതനുസരിച്ച് ഒരു വർഷം കൊണ്ട് ഈ വൃക്ഷം ഫലം കായ്ച്ചോ? നമുക്കറിയില്ല. കർത്താവ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഉപമയിൽ അതിന് ഉത്തരമില്ല. അതിനുള്ള ഉത്തരം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് നൽകേണ്ടത്. ഒരു വർഷം അതുകൊണ്ട് നമുക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയും. ഈ വൃക്ഷം ഫലം കായ്ച്ചോ? നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറുപടി പറയാം. 2017 ഫലം കായ്ക്കാം. യജമാനൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താം. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.